ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, പക്ഷേ നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് ഒട്ടും സമയം വൈകിക്കാതെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ആദ്യം നമുക്കിവിടെ മൈദ അരിച്ചെടുക്കണം. ഞാൻ 250 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. മെഷർ ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു 2-3 വട്ടം അരിച്ചെടുക്കാം. ഞാനിവിടെ 6 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ബട്ടർ എസൻസ് ഒഴിക്കാം. അതുപോലെ 1 ടീസ്പൂൺ വാനില എസൻസും. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം, ഒരു ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട്. ഇനി ഞാൻ 1 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ക്രീമി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് എന്തായാലും കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കട്ടെ. ഇപ്പം ഞാൻ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരു 5-6 തുള്ളി എടുത്താൽ മതി. ഞാനിപ്പോൾ ടൈഗറിൻ്റെ എടുത്തിട്ടുള്ളത് കേട്ടോ. ടൈഗറിൻ്റെ ബട്ടർ സ്കോച്ച് എസൻസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അതുപോലെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും. ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം, ഒരു ലോ സ്പീഡിലിട്ടിട്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫ്ലോർ ഇട്ടിട്ട് ഇത് ഫോൾഡ് ചെയ്തെടുക്കാം. ഒപ്പം തന്നെ ഞാൻ കുറച്ച് ഒരു 5 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി അപ്പോൾ ഒഴിക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ജസ്റ്റ് കുറച്ച് ഫ്ലോർ ഇടാം. നെക്സ്റ്റ് കുറച്ച് പാലൊഴിക്കാം. ഞാനിപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. സ്പാച്ചുല വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാം. ജസ്റ്റ് പതുക്കെ നമുക്ക് ഇത് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഫുള്ള് മൈദയും അതുപോലെ പാലും കൂടി മിക്സ് ചെയ്തിട്ട് ബാറ്റർ റെഡിയാക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി സ്പാച്ചുല വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ റെഡിയാക്കി കൊടുക്കാം പതുക്കെ. നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്നിങ്ങനെ ടാബ് ചെയ്ത് കൊടുക്കുക. നമുക്കിത് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഓവനിലേക്ക് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ കേക്ക് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ട് നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഇപ്പം ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കത്തി വെച്ചിട്ട് സൈഡൊക്കെ ഒന്നിങ്ങനെ വിരിയിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഈ ഒരു പ്ലേറ്റിലേക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ബട്ടർ പേപ്പർ നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി ഇത് നന്നായിട്ട് ചൂടാറട്ടെ, എന്നിട്ട് നമുക്ക് ഐസിങ് ചെയ്തിട്ടെടുക്കാം. ഇതിലേക്ക് വേണ്ട കാരമൽ കോട്ട് ചെയ്തിട്ടുള്ള നട്ട്സ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ആദ്യം ഇതൊന്ന് നന്നായിട്ട് കാരമലൈസ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇത് ഇളക്കൊന്നും വേണ്ട, ഇങ്ങനെ ഇരുന്നിട്ട് നന്നായിട്ട് കാരമലാവട്ടെ. പഞ്ചസാരയൊക്കെ മെൽട്ടായിട്ട് നന്നായിട്ട് ഇതാ കാരമലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്കിതിലേക്ക് ഓരോ പിടി നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പിടി ബദാമും ഒരു പിടി അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഈ ഒരു പ്ലേറ്റിലേക്ക് ഒഴിക്കാം. ഞാനിവിടെ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് പ്ലേറ്റിൽ.
ഇനി ഇതങ്ങനെ പരത്തിയിട്ട് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യാം. നല്ല രീതിയിൽ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ക്രീം വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു വിപ്പിംഗ് ക്രീമിൽ ചെറിയൊരു ലൈറ്റ് യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 ഡ്രോപ്പ് യെല്ലോ കളർ ചേർത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാരമലിൻ്റെ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലായിടത്തേക്കും ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നട്ട്സ് കാരമലിൽ കോട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ലെയർ ചെയ്ത പോലെ തന്നെ ആദ്യം ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യുക, ക്രീം അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു കേക്ക് അങ്ങനെ ഫുള്ളായിട്ട് റെഡിയാക്കിയിട്ടെടുക്കാം. നമുക്ക് ഫുള്ളായിട്ട് ഐസിങ് ചെയ്യാം. നമുക്ക് ഈ സ്ക്രേപ്പർ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കേക്ക് നമ്മൾ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്കിതിൻ്റെ സൈഡിൽ കൂടെ ആയിട്ട് കുറച്ച് കാരമൽ സിറപ്പ് ഒന്നിങ്ങനെ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കേക്ക് ഫുള്ള് ഞാൻ കാരമൽ സിറപ്പ് വെച്ചിട്ട് ഡ്രിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ടിയിൽ ഇവിടെയും ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലൊന്ന് ബോർഡർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു നോസിൽ എടുത്തിട്ടുണ്ട്. ഇതേ വിപ്പിംഗ് ക്രീം തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക, വിടുക. അത്ര ഇനി നമ്മൾ നേരത്തെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ബട്ടർ സ്കോച്ച് നട്ട്സും കൂടിയിട്ടുള്ളത് നമ്മൾ ആ മുകളിൽ ഡെക്കറേറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബട്ടർ സ്കോച്ച് കേക്ക്. വളരെ സിമ്പിളാണ്. ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 4-5 മണിക്കൂർ സെറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.